Hello friends, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഞാൻ സുഖമായിട്ടിരിക്കുകയാണ് ട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫേഷ്യലാണ്. പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കോഫി ഫേഷ്യലാണ്. അപ്പോൾ ഒരു 5 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റീമിങ്ങും അങ്ങനെയുള്ള ഒക്കെ കൂടിയിട്ട് ഒരു 5 സ്റ്റെപ്പ് പോലെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മെയിൻ ഇൻഗ്രീഡിയന്റ് കോഫിയാണ്. അപ്പോൾ കോഫി ഫേഷ്യൽ. അപ്പോൾ നമുക്ക് നല്ലൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ്സും ഗ്ലോയിങ്ങും ഒക്കെ കിട്ടുന്ന വീട്ടിൽ ഈ സമയത്ത് എല്ലാവരും വീട്ടിലിരിക്കില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലായിട്ട് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധികം സംസാരിക്കാണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പോൾ എന്താ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് രോഷിനി എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ഫാമിലി എന്താ പറയുക കുറച്ചുകൂടി ഇപ്പം ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ബിഗായി, അതായത് വലുതായി. അതായത് നമ്മൾ 400K സബ്സ്ക്രൈബേഴ്സായി. താങ്ക് യു സോ മച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ് ഇങ്ങനെ ഒരു ഇത്രയും സപ്പോർട്ട് തന്നിട്ട് ഡെയിലി വീഡിയോസ് ഇടാനായിട്ട് നമുക്കൊരു ഉള്ളിൽ നിന്നൊരു സപ്പോർട്ടാണ്. നിങ്ങളുടെ കമന്റ്സിലും നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ടും എല്ലാം കൂടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഡെയിലി വീഡിയോ ഇടാനും ഒരു എന്താ പറയുക എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് വീഡിയോ ഇടാനൊക്കെ തോന്നുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാതും നെഗറ്റീവ് മൈൻഡ് ആണെങ്കിലും പോസിറ്റീവ് മൈൻഡ് ആണെങ്കിലും രണ്ടും കൂടിയിട്ടുള്ള ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്ര വരെ എത്തിയത്. നിങ്ങളില്ലെങ്കിൽ ഈ ചാനലില്ല, ഞാനും ഇല്ല, വീഡിയോ ഇല്ല. അപ്പൊ അതാണ്. അപ്പോൾ മെയിനായിട്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി. എന്താ പറയാ, പിന്നെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കമന്റ്സ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വീഡിയോ ഇടാൻ കൂടുതൽ പ്രചോദനം തോന്നാറ് നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോഴാണ്. ഏറ്റവും ഫസ്റ്റിലൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. നെഗറ്റീവ് എന്ന് പറഞ്ഞാല് ഒരു കാര്യം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളത് ഞാൻ നെഗറ്റീവ് കമന്റ് ആയിട്ട് എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല, എല്ലാവരും സ്കിൻ ഒരേപോലെ ആയിരിക്കില്ല. അത് ഞാൻ ഇപ്പൊ എല്ലാ വീഡിയോയിലും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് പറ്റിയത് നമ്മൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ നെഗറ്റീവ് കമന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നവരെ വരെ വിളിച്ച് അങ്ങനെ ഒരു മാതിരി ലോക്കൽ ലെവലായിട്ട് പോകുന്ന കമന്റ്സ് ഒക്കെ ഇല്ലേ. അപ്പൊ അങ്ങനത്തെ കമന്റ്സിന് ഉദ്ദേശിക്കുന്നത്, നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ കമന്റ്സ് ആണ്. അപ്പൊ അങ്ങനത്തെ കമന്റ്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വീഡിയോ ഇടാനായിട്ട് പ്രചോദനം തരാറ്. കാരണം എന്താന്ന് വെച്ചാല് ഫസ്റ്റിലൊക്കെ ഭയങ്കര വിഷമമായിരുന്നു അതൊക്കെ കാണുമ്പോൾ. എന്താ ഈ ആൾക്കാർക്ക് ഇങ്ങനെയെന്ന് വിചാരിക്കാറുണ്ട്, നമ്മൾ തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ. പക്ഷെ പിന്നെ വീഡിയോ ഇട്ട് വന്നപ്പോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വീഡിയോ ഇടാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രചോദനം. അങ്ങനെ ഒരു 2-3 കമന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡെയിലി ചെറുപറന്ന് ഡെയിലി അടുപ്പിച്ച് വീഡിയോ ഇടാൻ തോന്നുന്നത്. കാരണം അങ്ങനെയുള്ളവർക്ക് കൂടി ഒത്തിരി താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ എല്ലാവർക്കും എന്താ പറയാ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ 1 year ആയി. മാർച്ച് വരുമ്പോൾ നമ്മൾ ചാനല് തുടങ്ങിയിട്ട് 1 year ആയി. 1 year എന്ന് പറയുമ്പോൾ 1 year കൊണ്ട് എന്തായാലും ഒരു നോർമൽ എൻ്റെ പോലെ ഏറ്റവും താഴ്ന്ന ലെവലിൽ നിന്ന് വന്നിട്ടുള്ള ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളൊരു Q&A വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു എൻ്റെ 1-2 വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പൊ അത്രയും താഴ്ന്ന എന്താ പറയാ വേറൊരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലെവലും കാര്യങ്ങളും. അതേപോലെ എന്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചാവും. അങ്ങനത്തെ വീഡിയോ ആണ് ഞാൻ ഇടയ്ക്കിരുന്ന് നോക്കാറുണ്ട്. കാരണം നമ്മളെപ്പോഴും വന്ന വഴി മറക്കരുതെന്നല്ല പറയാം. അപ്പൊ അത് നോക്കാറുണ്ട് ഞാൻ. അതിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് ഇങ്ങനെ ഒരു ചാനലേ ആയിട്ടല്ല. അതൊക്കെ എന്തായാലും നമുക്ക് പതുക്കെ പറയാം. ഞാൻ എന്തായാലും ഒരു വീഡിയോ ജസ്റ്റ് ചിറ്റ് വീഡിയോ ചെയ്യാം. എന്ന് DIY കണ്ട് നിങ്ങൾക്ക് മടുക്കില്ലേ. അപ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. കാരണം കോഫി ഫേഷ്യൽ തൊട്ട് എന്തൊക്കെ ചേച്ചി പറയണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയും സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ അടുത്തൊരു 1-2 ദിവസത്തിനുള്ളിൽ എന്തായാലും ഞാനൊരു കുഞ്ഞൊരു ചിറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടാം, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഫാമിലി ഒന്ന് വലുതാവുമ്പോൾ ഫാമിലിയിൽ കൂടുതൽ അടുപ്പങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക, നല്ലോണം ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ചിലവർ ക്ലെൻസിങ് മിൽക്ക് ഉപയോഗിക്കും, ഫേസ് വാഷ് ഉപയോഗിക്കും, അങ്ങനെ എല്ലാം ഉപയോഗിക്കാം. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ഫേസ് വാഷ് പൗഡറാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്പൊ ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ എന്താ പറയുക കൊറോണ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും സെയിൽ. അപ്പൊ നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാം. നല്ല ഫേസ് വാഷ് ആണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട, കുറെ പേര് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഒത്തിരി നല്ലതാണ്. പക്ഷെ എല്ലാവർക്കും സ്യൂട്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം എല്ലാവരുടെ സ്കിൻ ഒരുപോലെ അല്ല. അതിപ്പോ എല്ലാ കാര്യത്തിലും നിങ്ങൾ എടുത്ത് പറയണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഈ കാണിക്കാൻ പോകുന്ന ഫേഷ്യലാണെങ്കിലും ഇതിലേതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പറ്റില്ല വെച്ചാൽ അത് മാറ്റാട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് സ്ക്രബിംഗ് ആണ്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം സ്ക്രബ് ചെയ്യാനായിട്ട്. അതിന് ശേഷം നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം സ്ക്രബ് തയ്യാറാക്കാനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏത് കോഫി പൗഡർ ആണെങ്കിലും എടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ കോഫി പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കോഫിയാണല്ലോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ 1 ടീസ്പൂൺ കോഫി പൗഡർ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏത് ടൈപ്പ് ആണെങ്കിലും കുറച്ചിപ്പോൾ നൈസാണെങ്കിലും കുറച്ച് തരിതരിപ്പുള്ളതാണെങ്കിലും എടുക്കാം. കാരണം സ്ക്രബിങ്ങിനല്ല വലിയ തരി പാടില്ല, ചെറിയ തരിപ്പുള്ളത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് മിക്സിങ്ങിനായിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് സ്യൂട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ സ്യൂട്ടായിട്ടുള്ള എടുക്കാം കേട്ടോ. ഞാനിവിടെ നമ്മുടെ കയ്യിൽ നെല്ലിക്ക കുറച്ച് ഇരിപ്പുള്ളത് കൊണ്ട് നെല്ലിക്ക ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതാണ്. നിങ്ങൾക്കിപ്പോൾ ടൊമാറ്റോൻ്റെ ജ്യൂസ് എടുക്കാം, പൊട്ടറ്റോൻ്റെ ജ്യൂസ് എടുക്കാം, ഇനിയിപ്പോൾ തൈര് എടുക്കാം, അല്ലെങ്കിൽ പച്ച പാലെടുക്കാം. നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളത് വെച്ചാൽ അതെടുക്കാം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അധികം വെള്ളമാവാതെ നോക്കുക. നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു സ്ക്രബിങ് കിട്ടുന്ന ആ തരത്തിലുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ക്രബിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തേനൊക്കെ ചേർക്കാൻ കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കോഫി നല്ലോണം തരികളുള്ള കോഫി പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട് തേനോ എന്തെങ്കിലും എണ്ണ പോലുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് അതിൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പം നെക്കിലടക്കം സ്ക്രബ് ചെയ്യുക. പിന്നെ ഞാനിത് കുറച്ച് ഫാസ്റ്റാക്കിയിട്ടാണ് കാണിക്കുന്നത്, പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതിന് തൊട്ട് മുൻപത്തെ ദിവസം സ്ക്രബിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു കോഫി സ്ക്രബ് ഒഴിവാക്കാം കേട്ടോ. കാരണം ഡെയിലി സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്കൊരു 2-3 ദിവസം നമ്മൾ സ്ക്രബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു കോഫി ഫേഷ്യൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സ്ക്രബിങ്ങും കൂടി ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ സ്ക്രബ് ചെയ്ത് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റോളം 5 മിനിറ്റ് വരെ സ്ക്രബ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ കഴുകരുത്, ഒരു 10 മിനിറ്റ് വെക്കുക. അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പം ഞാൻ 10 മിനിറ്റ് വെച്ചിട്ട് നമ്മുടെ സ്ക്രബ് വെറുതെ ജസ്റ്റ് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തു. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്റ്റീമിങ്, അതായത് ആവി പിടിക്കാൻ പോവാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ആവി പിടിക്കാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് റിമൂവ് ചെയ്യും. കാരണം ഇപ്പം നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആവി പിടിക്കാം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റ് ജസ്റ്റ് ഫേസിൽ നമുക്ക് നമ്മുടെ സ്റ്റീമിങ് മെഷീനില്ല അത് വെച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ പൂട്ട് കുടുക്കിയില്ലേ, പൂട്ടുണ്ടാക്കുന്ന സംഗതി ആ കുടം അതിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജസ്റ്റ് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആവി പിടിക്കാം. അപ്പോൾ നമുക്ക് ആവി പിടിച്ചിട്ട് വരാം. ഒരു ഐസ് ക്യൂബ് എനിക്ക് നേരിട്ട് ഐസ് ക്യൂബ് വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് റെഡ് കളർ ആവും ഫേസ്. അപ്പം അതുകൊണ്ട് ഞാനൊരു ടിഷ്യൂവിൻ്റെ ഉള്ള ഐസ് ക്യൂബ് വെച്ചിട്ട് ഐസ് ക്യൂബ് വെച്ചിട്ട് ഞാനൊന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള പോഴ്സ് ഒക്കെ നന്നായിട്ടൊന്ന് ക്ലോസ് ആവും. അപ്പോൾ നമുക്ക് ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പെട്ടെന്ന് ഇങ്ങനെ സെൻസിറ്റീവ് ഒക്കെ ആണെങ്കിൽ, ഓയിലി പെട്ടെന്നൊരു സെൻസിറ്റീവ് ആ ഒരു ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടനോ അല്ലെങ്കിൽ ടിഷ്യൂ, കോട്ടൺ വയ്ക്കുകയാണ് നല്ലത്. ടിഷ്യൂ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നുണ്ട് ആ ഒരു ടിഷ്യൂ കംപ്ലീറ്റ് നനഞ്ഞിട്ട് ഫേസിലാവുകയാണ്, കീറി പോവുകയാണ്. അപ്പോൾ ഒരു കോട്ടൺ തുണിയാണെങ്കിലും മതി, ഇങ്ങനെ വെച്ചിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക, അതായത് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഫേസിൽ എന്ന് പറഞ്ഞാൽ ഈ ചീക്കിൻ്റെ 2 സൈഡിൽ റെഡ് കളർ ആയിരിക്കുന്നത് അവിടെ പിമ്പിൾസ് വന്നിട്ട് പിമ്പിൾസിൻ്റെ പാടുകൾ മാറി, പക്ഷെ അവിടെ ഇങ്ങനെ റെഡ് കളർ ഉണ്ട്. ചിലവർക്ക് ഉണ്ടാവും പിമ്പിൾസ് മാറിയാലും അവിടെ ഒരു റെഡ് കളർ പിടിക്കുന്നത്. അപ്പോൾ അവിടെ നന്നായിട്ട് റെഡ് കളർ ആവും കേട്ടോ. ആവി പിടിക്കുകയാണെങ്കിലും ആ ഒരു എന്താ പറയുക നന്നായിട്ട് തണുപ്പ് തൊട്ടാണെങ്കിലും അവിടെ അങ്ങനെ നല്ലൊരു റെഡ് കളറാവും. അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ബ്ലഷ് ഇട്ട പോലെ തോന്നും നമുക്ക്, പക്ഷെ അത് ആ ഒരു ഓൾറെഡി നമുക്കുള്ളതാണ്, പിമ്പിൾസ് വന്നു പോയതിന് ശേഷം വന്നിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സംഭവം ചെയ്യുന്നുണ്ട്, എന്തായാലും ഞാൻ വീഡിയോ ഇടാം. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണത്. പക്ഷെ അത് നമുക്കിങ്ങനെ വല്ലാതെ നമ്മൾ ആവി പിടിക്കുമ്പോഴൊക്കെ നല്ല റെഡ് കളറാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഫലിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഏകദേശം നമ്മുടെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മസാജിങ് ആണ്. അപ്പോൾ നിങ്ങൾ ആവി പിടിച്ചതിന് ശേഷം ഫേസ് നന്നായിട്ടൊന്ന് എന്തെങ്കിലും ഒരു കോട്ടൺ തുണി വെച്ച് നന്നായിട്ട് അമർത്തി തുടയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഫേസിലത്തെ എന്താ പറയുക കാര്യം അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആവും. അതിന് ശേഷമാണ് ഐസ് ക്യൂബ് വെച്ചിട്ട് പോഴ്സൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു എന്താ പറയുക ജെല്ല് നമുക്ക് ഫേഷ്യൽ ഒരു മസാജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സംഭവം തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. 1 ടീസ്പൂണ് നമ്മൾ കോഫി പൗഡർ എടുക്കുക, ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ
വെള്ളത്തിലേക്ക് തിളപ്പിക്കുക. 1/2 ഗ്ലാസ് 1/4 ഗ്ലാസ് വെള്ളത്തിലേക്ക് തിളപ്പിച്ചിട്ട് അത് അരിച്ചെടുക്കുക. അതിലേക്ക് അലോവേര ജെല്ല് ഇടുക. അതിന് ശേഷം നമുക്ക് 1 സ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിസ്റ്റൻസി മാറ്റാം. കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആണെങ്കിൽ നമ്മൾ കോഫി കുറച്ചെടുത്താൽ മതി. കുറച്ച് ലൂസായിട്ട് വേണമെന്ന് വെച്ചാൽ കോഫി കുറച്ച് കൂടുതലെടുക്കുക, അലോവേര ജെല്ല് കുറവെടുക്കുക, അങ്ങനെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിന് തയ്യാറാക്കിയിട്ട് നമുക്ക് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ ഫേസ് മസാജ് ചെയ്യാനുള്ള ഓയിൽ, ശരിക്കും നമ്മൾ ഓയിലാണ് എടുക്കുക. അതിന് പകരം നമുക്ക് കോഫിയുടെ തന്നെ ജെല്ല് എടുക്കാം. അപ്പം ഞാനിത് കുറച്ച് ലൂസായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തിക്കായിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പറ്റില്ല വെച്ചാൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ മസാജൊക്കെ ചെയ്യുന്നതിൻ്റെ അതേ ഒരു ഇഫക്റ്റ് നമുക്ക് കിട്ടുമ്പോൾ നല്ല ഗ്ലോയിങ് ആവാനാണ് നമ്മൾ ഈ ഒരു മസാജ് ചെയ്യുന്നത്. ഫേസ് നന്നായിട്ട് ഗ്ലോയിങ് ആവും. കാരണം നമ്മുടെ സ്റ്റീം ചെയ്ത് നമ്മൾ ഐസ് ക്യൂബ് വെച്ച് മസാജ് ചെയ്തൊക്കെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഹെൽത്തി ആയിട്ടൊക്കെ കിട്ടും നമുക്ക് ആ ഒരു സ്കിന്ന്. അതിൽ നമ്മൾ ഈ ഒരു ഫേഷ്യൽ കൊടുക്കുമ്പോൾ നന്നായിട്ട് ഗ്ലോയിങ് വരും കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം നന്നായിട്ടൊന്ന് ടിഷ്യൂ വെച്ച് തുടച്ചെടുത്തു. കഴുകേണ്ട കാര്യമില്ല കേട്ടോ. കാരണം നമ്മളടുത്ത് പാക്ക് ഇടാൻ പോകണം. പാക്ക് ഇട്ടിട്ട് നമ്മൾ എന്തായാലും വാഷ് ചെയ്യൂല. അപ്പം ഏത് നേരം വാഷ് ചെയ്യണ്ട. അപ്പൊ നമുക്ക് തുടച്ചെടുത്താൽ മതി. അപ്പൊ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത പാക്കാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഇതുപോലെ തന്നെ കോഫി പൗഡർ വേണം. അതിലേക്ക് നമ്മൾ നമ്മുടെ മുൾട്ടാണി മിൽറ്റിയുടെ പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ എല്ലാവരുടെ കയ്യിൽ ഇപ്പം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു മുൾട്ടാണി മിൽറ്റി പൗഡർ. ഇല്ലെങ്കിൽ നമുക്ക് ഓട്സിൻ്റെ പൗഡർ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത്, ഈ പാക്ക് ഇട്ട് നല്ലൊരു എന്താ പറയുക പിറ്റേ ദിവസം വരെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് പിന്നെ പൊട്ടറ്റോൻ്റെ ജ്യൂസാണ്. അപ്പോൾ ഞാൻ ഒരു പൊട്ടറ്റോ എടുത്ത് നന്നായിട്ട് ചതച്ചോ അല്ലെങ്കിൽ ഒരു മിക്സിയിലിട്ട് അടിച്ചോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നീരെടുക്കാം. എന്നിട്ട് അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം അത്യാവശ്യം ഒരു 3-4 കുഞ്ഞു ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഞാൻ ബാക്കി മുൻപെടുത്ത നെല്ലിക്ക ജ്യൂസിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം അത് ഒഴിച്ചാൽ മതി. പിന്നെ ലെമൺ ജ്യൂസ്. അപ്പോൾ ലെമൺ ജ്യൂസ് പറ്റാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പകരം നിങ്ങൾക്ക് തക്കാളിയുടെ ജ്യൂസ് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്, കടലമാവാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർന്ന ഈ ഒരു പാക്ക് വളരെ ഇഫക്റ്റീവാണ്. നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേഷ്യൽ കംപ്ലീറ്റ് ആവുന്നത് ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷമാണ്. നമ്മുടെ ഫേസ് നല്ലൊരു ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇനി പറ്റില്ല വെച്ചാൽ ഈ ഒരു പാക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഇട്ട് കഴിയുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഇഫക്റ്റീവാണ്. നന്നായിട്ട് ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് കിട്ടും. കാരണം നമ്മൾ ഏത് പാക്ക് തയ്യാറാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് മിക്സായിട്ട് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നോക്കുക, നമുക്ക് കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് നോക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങൾ എന്തായാലും ചെയ്യുക. ഈ ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ മുൾട്ടാണി മിൽറ്റിയും പരമാവധി ചേർക്കാൻ നോക്കുക. പിന്നെ അതിൻ്റെ അളവുകളൊക്കെ നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണെങ്കിൽ കുറച്ച് കുറവെടുക്കുക. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ മുൾട്ടാണി മിൽറ്റി പെട്ടെന്ന് ചിലവർക്ക് വല്ലാതെ ഡ്രൈനെസ് വരും. അപ്പോൾ ഇനിയിപ്പോൾ അത് വന്നാൽ തന്നെ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് കഴിയുമ്പോൾ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു നല്ലൊരു മോയ്സ്ചറൈസർ, നമ്മുടെ ഡ്രൈ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ തേനും നമ്മുടെ അലോവേര ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു മോയ്സ്ചറൈസറാണത്. അങ്ങനെ എന്തായാലും മോയ്സ്ചറൈസ് ചെയ്യുക. നമ്മൾ ഈ ഒരു ഫേഷ്യൽ റിമൂവ് ചെയ്തതിന് ശേഷം, ഈ ഒരു പാക്ക് റിമൂവ് ചെയ്തതിന് ശേഷം, അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല ഡ്രൈനെസ്സിൻ്റെ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസൊക്കെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഇട്ട് കൊടുക്കാം. നെക്ക് ഉൾപ്പെടെ എല്ലാവിടെയും ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഫങ്ഷനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോൾ തലേദിവസം രാത്രി ഈവനിങ്ങിൽ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. കാരണം നമ്മളിതിൽ നമ്മുടെ എന്താ പറയുക നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. അതേപോലെ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ കൂടുതൽ ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെയിലുള്ളതിരിക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. നമുക്ക് ആ ഒരു ഇഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും 2 ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ടാണ്. നമുക്ക് 2-3 ലെയറായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ റിസൾട്ട് കൂടുതൽ കിട്ടാം കേട്ടോ. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെക്ക് വരെ. അപ്പൊ നമുക്കിത് വെയിറ്റ് ചെയ്യാം ഉണങ്ങാൻ വേണ്ടി 20 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. അപ്പൊ നമ്മുടെ പാക്ക് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്.
ഞാൻ നല്ല തിക്കിലാണ് ഇട്ടിരുന്നത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. അടിയിലത്തെ ലെയർ ഡ്രൈ ആയിട്ടുണ്ട്, 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വാഷ് ചെയ്യാം. ഇത് നല്ലൊരു പാക്കാണ് കേട്ടോ. നമുക്കപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് കിട്ടുന്നതാണ്. എന്തെങ്കിലും പിന്നെ നിങ്ങൾക്ക് അലർജി മറ്റോ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒഴിവാക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാം നിങ്ങൾക്ക് ചേരുന്നത്. ഇപ്പോൾ മുൾട്ടാണി മിൽട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്സിൻ്റെ പൗഡർ എടുക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ കോഫി പൗഡർ ഏത് വേണമെങ്കിലും എടുക്കാം, നമ്മുടെ കയ്യിലുള്ള ഇൻസ്റ്റൻറ്റോ അല്ലെങ്കിൽ സാധാരണ നോർമൽ കോഫി പൗഡർ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട്. പിന്നെ ഞാൻ റിമൂവ് ചെയ്തപ്പോൾ ശരിക്കും പോയിട്ടുണ്ടായിരുന്നില്ല, കണ്ണിൻ്റെ സൈഡിലൊന്നും എനിക്ക് അങ്ങോട്ട് ശരിക്കും കാണണില്ല ക്യാമറ അടുത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ കണ്ണാടൊന്നും നോക്കിയില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കാണണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പോയിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. അപ്പോൾ നല്ലൊരു ഇതുണ്ട് കേട്ടോ, അതായത് നല്ലൊരു തെളിച്ചുണ്ട് ഫേസ്, നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നല്ലൊരു കോഫി ഫേഷ്യലാണ്. അപ്പോൾ എല്ലാ സ്റ്റെപ്പും ചെയ്യാൻ പറ്റിയില്ല വെച്ചാലും സ്ക്രബിങ്ങും ജസ്റ്റ് ഒരു മസാജ് ഒരു സ്റ്റീമിങ് കൊടുക്കുന്ന നല്ലതാണ്. അതിന് ശേഷം പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആവും. അപ്പോൾ ഒന്ന് തുടച്ച് ആ ഒരു എന്തെങ്കിലും ഒരു കോട്ടനൊക്കെ വെച്ചിട്ട് ഫേസ് നന്നായിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞാൽ ആ സ്റ്റീമിങ് ചെയ്യുമ്പോൾ ആ ഒരു വേർപ്പിൽ നന്നായിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വേർത്തിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ തുടച്ചാൽ കുറേയൊക്കെ പോവും. അത് കഴിഞ്ഞിട്ട് ആ ഒരു പോഴ്സൊക്കെ നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐസ് ക്യൂബ് വയ്ക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ആ ഒരു ഭാഗം ഒഴിവാക്കിയാലും പാക്കും സ്ക്രബും അതേപോലെ മസാജും ഒന്ന് ചെയ്യും കേട്ടോ നിങ്ങൾ. നല്ലൊരു വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കൂട്ടോ എല്ലാവരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചു കൊടുക്കാം. എന്തെങ്കിലും എവിടെയെങ്കിലും പാക്കിൻ്റെ വല്ല ഇരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാഷ് ചെയ്താലും കുഴപ്പമില്ല, കാരണം നമ്മൾ മസാജിങ് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ വാഷിംഗ് ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വല്ല തുണി വെച്ചിട്ട് അങ്ങനെ നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്യാം. ഈ ഒരു പാക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഫേഷ്യലാണ്, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ഇതിൽ നിങ്ങൾ ചേർത്തിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ മറ്റോ ഉണ്ടോ എന്ന് നോക്കുക. അത് വേറെ ഒന്നുമില്ല, എവിടെയെങ്കിലും ഈ ഒരു ഭാഗത്തെങ്ങാനും കുറച്ചോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇട്ട് നോക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അലർജിയോ മറ്റോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഇറിറ്റേഷൻ പോലെ തോന്നും. അപ്പോൾ അത് ഒഴിവാക്കും. നല്ല ഫ്രഷ് ഫീലിങ്ങും നല്ലൊരു ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, വീണ്ടും ഒത്തിരി നന്ദി, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്താ പറയുക, നമ്മളിത്രയും ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നില്ലേ എനിക്ക്, എന്തായാലും നിങ്ങൾ ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ നമ്മളൊരു ചിറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് നാളെയോ മറ്റന്നേക്കെ ആയിട്ട്. അപ്പം എന്തായാലും അതും ഇപ്പം തന്നെ ഈ പാക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് അങ്ങനെയുള്ള വീഡിയോസിനും തരണം. അപ്പോഴാണ് നമുക്ക് അങ്ങനത്തെ വീഡിയോസും കൂടി ഇടാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ വീഡിയോസ് തന്നെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മളെ പാക്കും DIYയും കാണിക്കുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂസ് നമുക്ക് മറ്റെന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനുണ്ടാവാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു, കാരണം അത് താല്പര്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്ന് തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ, പുതിയ എന്തെങ്കിലും പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്യാം അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിപ്പോൾ നെഗറ്റീവ് സപ്പോർട്ടാണെങ്കിലും പോസിറ്റീവ് സപ്പോർട്ടാണെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല, കാണുക എന്നുള്ളൊരു സപ്പോർട്ട്, കണ്ടിട്ട് അതിനൊരു അഭിപ്രായം പറയാം. ആ സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് പിന്നെയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, അപ്പോൾ നമുക്കൊരു വീഡിയോ കാണുമ്പോൾ നമുക്കൊരു വീഡിയോ നോക്കുമ്പോൾ അറിയാം. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏതാണ് നമ്മുടെ വീഡിയോസിൻ്റെ ആ ഒരു വ്യൂസ് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പം നമ്മൾ വിചാരിക്കും ഇതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം, അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്താലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ ഇപ്പം തരുന്ന ഒരു സപ്പോർട്ട് എല്ലാ വീഡിയോയ്ക്കും തരികയാണെങ്കിൽ എന്തായാലും മറ്റുള്ള പലതരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതിനൊക്കെ. അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.